ഈ ഒന്നാം ക്ലാസ്സിൽ പരാജയത്തിൽ പെട്ടുപോകാതെ ഈ ഒന്നാം ക്ലാസ്സിൽ വിജയിച്ച് മുന്നേറാൻ എന്തുണ്ട് മാർഗം എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും അത്യുന്നത നിലവാരങ്ങളും റേഞ്ചുകളും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞ് ഒരു കഥ കേട്ട് പോയാൽ പോരല്ലോ. തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബേസാണ്, അടിത്തറയാണ്. അത് ശരിയാകാതെ മറ്റൊന്നും ശരിയാകുന്ന പ്രശ്നമില്ല. അത് ശരിയാകാതെ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും രക്ഷയില്ല, ഉറപ്പാണ്. ഇതിൽ യാതൊരു തർക്കവും സന്ദേഹവും ഇല്ല തന്നെ. അതുകൊണ്ട് ഈ ഒന്നാം ക്ലാസ്സിൽ എങ്ങനെയാണ് നാം വിജയിക്കുക, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെ, ഇതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആരാധനകൾ അല്ലാഹുവിനു മാത്രം, ഇതാണ് പ്രമേയം. ഒന്നാം ക്ലാസ്സിലെ സബ്ജക്റ്റ് അതാണ്. ആരാധനകളൊക്കെയും അല്ലാഹുവിനു മാത്രം, അതവൻ മാത്രമാണ് അതിന് അർഹനായിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ, ആരാധനാനുഷ്ഠാനങ്ങൾ കൂമ്പാരക്കണക്കിന് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം. അതാർക്കും ചെയ്യാൻ പറ്റും. കൊട്ടക്കണക്കിന് ഇബാദത്ത് ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതങ്ങനെ പർവ്വതീകരിച്ച് ചെയ്തു കൂട്ടുക, ഇതിലല്ല കാര്യം. കാരണം ആരാധനകൾ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. ചുമ്മാ ആരാധനകൾ അനുഷ്ഠിച്ചത് കൊണ്ട് അത് സ്വീകാര്യമാവുകയില്ല, ഫലവത്താവുകയില്ല. അതിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഗുണം അതുകൊണ്ട് കിട്ടുകയും ഇല്ല, വെറും പാഴ്വേലയായി മാറും. ആരാധനകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകുന്നതിലാണ് കാര്യമുള്ളത്. ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ആരാധനകളൊക്കെയും അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിബന്ധന അനിവാര്യമാണ്, വളരെ നിർബന്ധമാണ്. ആ നിബന്ധന ഇല്ലെങ്കിൽ സ്വീകാര്യമല്ല. ഏതാണ് ആ നിബന്ധന? അതാണ് ഇഖ്ലാസ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന നിബന്ധനയുണ്ടോ അല്ലാഹു കബൂലാക്കും. ഇഖ്ലാസ് എന്ന ഷർത്ത് ഇല്ലേ അല്ലാഹു അത് തള്ളിക്കളയും. എന്താണ് ഈ ഇഖ്ലാസ്? മലയാള ഭാഷയിൽ ഒറ്റ വാക്കിൽ നാം പറയുന്ന നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ വിളിക്കുന്നതാണ് ഇഖ്ലാസ്. നമ്മുടെ ഭാരതീയ ദർശനം, സനാതന മൂല്യങ്ങളൊക്കെ വേദങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് നിഷ്കാമ കർമ്മം എന്നാണ്. എന്നുവെച്ചാൽ എല്ലാ മതക്കാരും ഈ ഇഖ്ലാസിന്റെ കാര്യം പറയുന്നുണ്ട്. നിഷ്കളങ്കമായത്, ആത്മാർത്ഥമായത് എന്നൊക്കെ നാം ഒറ്റ വാക്കിൽ പറയുന്നത് ഇഖ്ലാസിനെ കുറിച്ചാണ്. ഇതിനൊരുപാട് നിർവചനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ് എന്ത് എന്നതിനെ കുറിച്ച് കേരളത്തിന് ദീനി വെളിച്ചം പരത്തി നൽകിയ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇഖ്ലാസ് അദ്കിയ എന്ന കിതാബിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതെന്താണ്? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാം ലാ തഖ്സിദൻ മഅഹു ഇലാ ഗറളിദ് ദുനാ കസനാഇഹിം ഔ നഹ്വിദാ കതവസ്സുലാ. അഖ്ലിസ്, അല്ലയോ മുസ്ലിം സമൂഹമേ, അല്ലാഹുവിലും പരലോക ജീവിതത്തിലും വിശ്വാസമുള്ള സമൂഹമേ,
നിങ്ങളുടെ ജീവിതത്തിനർത്ഥമുണ്ടാകാൻ, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ, ഇഹത്തിലും പരത്തിലും നിങ്ങൾ വിജയികളാകാൻ അഖ്ലിസ്, നിങ്ങൾ ഇഖ്ലാസുള്ളവരാകണം, ആത്മാർത്ഥതയുള്ളവരാകണം. നിങ്ങളുടെ കർമ്മങ്ങളിൽ നിങ്ങൾ നിഷ്കളങ്കരാകണം. വദാ, എന്താണ് ഈ ഇഖ്ലാസ്? എന്താണ് ഈ നിഷ്കളങ്കത, ആത്മാർത്ഥത? അല്ലാ തുരീദ ബി ത്വാഅതി, നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നീ ലക്ഷ്യമാക്കാതിരിക്കലാണ്. നിന്റെ നന്മകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട്, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ലക്ഷ്യമാക്കാതിരിക്കലാണ്, കരുതാതിരിക്കലാണ്. ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാ, എല്ലാം അറിയുന്ന, എല്ലാം നിരീക്ഷിക്കുന്ന, എല്ലാം നോക്കിപ്പാർക്കുന്ന, എല്ലാം വിചാരണ ചെയ്യുന്ന പടച്ച തമ്പുരാന്റെ സാമീപ്യവും പൊരുത്തവുമല്ലാത്ത മറ്റൊരു ലക്ഷ്യവും നിന്റെ സൽക്കർമ്മങ്ങൾക്ക് ഇല്ലാതിരിക്കണം. എന്താണ് ഇഖ്ലാസ്? അല്ലാ തുരീദ ബി ത്വാഅതി, നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നീ കരുതരുത്. എന്തല്ലാതെ? എന്തല്ലാതെ കരുതരുത്? ഇല്ല തഖർറുബ മിൻ ഇലാഹിക, നിന്റെ യജമാനനായ, സൃഷ്ടാവായ, ഉടമസ്ഥനായ തമ്പുരാന്റെ സാമീപ്യവും പൊരുത്തവുമല്ലാത്ത മറ്റൊന്നും, ഒരു കാര്യവും, ഒരു കാര്യലാഭവും, ഒരു ഫലവും നീ പ്രതീക്ഷിച്ചു പോകരുതേ, നീ ലക്ഷ്യം വെച്ചു പോകരുതേ. നിസ്കാരം കൊണ്ട് എന്താ ലക്ഷ്യം? അള്ളാഹുവിനോടടുക്കുക, അവന്റെ പൊരുത്തം. നോമ്പ് കൊണ്ട് എന്തായിരിക്കണം ലക്ഷ്യം? അള്ളാഹുവിനോടടുക്കുക, അവന്റെ പൊരുത്തം കിട്ടുക. സ്വതക്ക കൊണ്ട് എന്തായിരിക്കണം ലക്ഷ്യം? അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ സാമീപ്യവും. സമൂഹ സേവനം, അതുപോലെ കലാലയങ്ങളുടെ സേവനം, പള്ളിയുടെ ഖിദ്മത്ത് അടക്കമുള്ള പുണ്യകർമ്മങ്ങളിൽ എന്തായിരിക്കണം ലക്ഷ്യം? അള്ളാഹുവിന്റെ സാമീപ്യം ലക്ഷ്യമാകുക, അവന്റെ പൊരുത്തം ലക്ഷ്യമാകുക. ഇതല്ലാത്ത ഒന്നും പാടില്ല. അതാണ് ഇഖ്ലാസ്. എന്നിട്ട് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്തൂം അടുത്ത വരിയിൽ പറയാണ്, ലാ തഖ്സിദൻ മഅഹു ഇലാ ഗറളിദ്ദുനാ കസനാഇഹിം ഔ നഹ്വി ദാക തവസ്സുലാ. ലാ തഖ്സിദൻ മഅഹു, അള്ളാഹുവിന്റെ അടുപ്പം എന്ന നിയത്ത്, അള്ളാഹുവിന്റെ പൊരുത്തം എന്ന നിയത്ത്, അതിന്റെ കൂടെ നിങ്ങൾ കരുതി പോകരുതേ, ലക്ഷ്യം വെച്ച് പോകരുതേ, ചിന്തിച്ചു പോകരുതേ. മറ്റു ഭൗതികമായ കാര്യങ്ങൾ, മറ്റു ഭൗതികമായ ലാഭങ്ങൾ, മറ്റു ഭൗതികമായ ഫലങ്ങൾ. ഏതുപോലെ? കസനാഇഹിം, ജനങ്ങളുടെ അംഗീകാരം പോലെ. ജനങ്ങളുടെ, ഞാൻ നാട്ടിലൊരു നല്ലവനായാൽ, വ്യക്തിപരമായി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ഞാൻ നിറവേറ്റിയാൽ, അതോടൊപ്പം സാമൂഹ്യ രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ ഞാൻ കാഴ്ചവെച്ചാൽ, അള്ളാന്റെ അടുക്കൽ ഞാൻ ഇഷ്ടദാസനാകണം, പടച്ചവന്റെ അടുപ്പം കിട്ടണം, പൊരുത്തം കിട്ടണം. പക്ഷേ അതോടൊപ്പം ജനങ്ങൾക്കിടയിലും ഞാൻ നല്ലവനാകണം. ഇതിപ്പോ വലിയ കുറ്റമുള്ള ഒരു നിയ്യത്താണോ? ഇത് കുറ്റമുള്ള നിയ്യത്താ? ജനങ്ങളുടെ ഇടയിൽ ഞാൻ തമ്മാടിയാകണം എന്തിനാണ്? ജനങ്ങളുടെ ഇടയിൽ നല്ലവനാവുമല്ലോ വേണ്ടത്. അതുകൊണ്ട് റബ്ബിന്റെ സാമീപ്യത്തോടൊപ്പം, അവന്റെ പൊരുത്തത്തോടൊപ്പം, കസനാഇഹിം, ജനങ്ങൾക്കിടയിൽ എനിക്ക് സ്ഥാനം കിട്ടുകയും അവരെന്നെ മാനിക്കുകയും അവരെന്നെ അർഹിക്കും വിധം പ്രശംസിക്കുകയും ചെയ്യണം എന്ന ഒരു നിയത്ത് ഇതിന്റെ കൂടെ കടന്നു വരരുതേ. അങ്ങനെ കടന്നു വന്നാൽ ഇഖ്ലാസ് നഷ്ടമാകും, ആത്മാർത്ഥത നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മായം, എല്ലാ രംഗത്തും മായമുണ്ട്. മായം കലരാത്ത ഒന്നുമില്ലല്ലോ ലോകത്ത്. സ്നേഹത്തിൽ പോലും കളങ്കമാണ്, ആത്മാർത്ഥതയിലും കളങ്കമാണ്. നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളിലൊക്കെയും മായം.
അല്ലേ? പണ്ടൊരാള് പറഞ്ഞു, ഈ മായം കാരണം ജീവിക്കാനും വയ്യ മരിക്കാനും വയ്യ. അതെന്തോ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞത് മനസ്സിലായി. അരിയിലും മസാലപ്പൊടികൾ തുടങ്ങി ഇറച്ചിയിലും മീനിലും ഒക്കെ മായാൻ. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റില്ല, അത് മനസ്സിലായി. മായം കാരണം ജീവിക്കാനും വയ്യ മരിക്കാനും വയ്യ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അപ്പൊ അയാൾ പറയാ, ഞങ്ങളെ നാട്ടിലൊരു ചങ്ങാതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഇനി ജീവിക്കണ്ടെന്ന് ഉറപ്പിച്ച്. അങ്ങനെ കയറ് മേടിച്ച് കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ മരിക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോ നടന്നില്ല, കയറ് പൊട്ടി താഴെ വീണു, കയറില് മായ. എന്നാ പിന്നെ ഈ കയറ് പോട്ടെ, കുറച്ച് വിഷം മേടിച്ചു വളക്കടയിൽ ചെന്നിട്ട്. അത് കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു വയറിളക്കത്തിൽ അത് കാര്യം അവസാനിച്ചു, അതിലും മായ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, വൈദ്യുതിയിൽ തൊട്ടിട്ടാണ്ട് കറണ്ട് പിടിച്ചു പോട്ടെ, അപ്പൊ ഒരു ചൊറിച്ചിലേ ഉള്ളത്രേ. കാരണം അതും വേണ്ട അത്ര പവർഫുൾ വോൾട്ടേജിലല്ല. സർവ്വതിലും മായം, കർമ്മങ്ങളിൽ മായം, സൽപ്രവർത്തനങ്ങളിൽ മായം, സ്നേഹത്തിൽ മായം. മായമുള്ള സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് എന്താ ആവശ്യപ്പെട്ടത്? നിങ്ങളൊക്കെ അമല് ചെയ്യ്, ഇബാദത്ത് ചെയ്യ്, നന്മ ചെയ്ത് കൂട്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലരങ്ങനെ വാഴ്ന്നു പറഞ്ഞ് നടക്കല്, അമല് ചെയ്യാ, ഫളായിലുൽ അമല്, അമലങ്ങട്ട് വർദ്ധിപ്പിക്കന്നെ, ഇതന്നെ അജണ്ട. അങ്ങനെ അല്ലാഹു പറഞ്ഞിട്ടില്ല. ചുമ്മാ അമല് പെരുപ്പിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. എവിടെ അമല് പറഞ്ഞിട്ടുണ്ടോ ഡിമാൻഡോട് കൂടെ പറഞ്ഞിട്ടുള്ളൂ. എത്ര ആയത്തായി വിഷയത്തില്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയുതുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിന. ഒരു ബയ്യിനയിൽ മാത്രമല്ല, അടങ്കലും അല്ല ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഇബാദത്ത് ചെയ്യ്, നന്മ ചെയ്യ്, ലാ മഅബൂദ ഇല്ലയുടെ ഉടമയാണ് ഞാൻ, ആരാധനകൾ സ്വീകരിക്കുന്ന തമ്പുരാനാണ് ഞാൻ, അതുകൊണ്ട് ചെയ്ത് അങ്ങോട്ട് കൂട്ടിക്കോ എന്നല്ല പറഞ്ഞത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. അടിമകൾ കൽപ്പിക്കപ്പെട്ടത് ഇബാദത്തിന്റെ കാര്യം അടിമകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചുമ്മാ ഇബാദത്ത്, ചുമ്മാ സൽക്കർമ്മങ്ങൾ ചെയ്യാനല്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അനുസരണ അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് തികച്ചും നിഷ്കളങ്കമായ ഇബാദത്ത്. മുഖ്ലിസീൻ, ഇഖ്ലാസുള്ളവരായ നിലയ്ക്ക്. മുഖ്ലിസീൻ, നിഷ്കളങ്കരായ വിധത്തിൽ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. അനുസരണ റബ്ബിന് മാത്രമാക്കിക്കൊണ്ട്. ഹുനഫാ, ഇതര സംസ്കാരങ്ങളിൽ നിന്ന്, ഇതര ദർശനങ്ങളിൽ നിന്ന്, ഇതര പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്ന്, ചിന്താധാരകളിൽ നിന്ന് നിന്റെ ശ്രദ്ധയെ, നിന്റെ പ്രതിബദ്ധതയെ നീ മാറ്റിക്കൊണ്ട് റബ്ബിന്റെ പ്രത്യയ ശാസ്ത്രത്തിൽ അടിയുറപ്പിച്ച് നിർത്തണം. ഹുനഫാ, സത്യദീനിൽ അടിയുറച്ച് നിൽക്കണം. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഫ്രണ്ട് ഹാൻഡ് ബാക്ക് ഒന്നും നോക്കണ്ട, ഇവിടെ നിൽക്കുക. ഈ മില്ലത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുക. ഹുനഫാ, എന്നിട്ട് വയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുക. വയുഅ്തു സക്കാ, സക്കാത്ത് കൊടുത്തു വീട്ടുക. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ നടക്കൂല. എങ്ങനെയെങ്കിലും സക്കാത്ത് കൊടുത്തിട്ട് ഈ ചേറെടുത്ത് കളഞ്ഞാൽ ആ ചെളി പോകുമെന്നല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. എങ്ങനെയായാലല്ലാതെ മുഖ്ലിസീന ലഹുദ്ദീൻ, അനുസരണ അല്ലാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം അല്ലാഹുവിന്റെ മുമ്പാകെ വെക്കണം. നിഷ്കളങ്കമായി ചെയ്യണം. യാതൊരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. 99% നിയ്യത്ത് ശരിയാ, കളങ്കരഹിത. 1% ഒരു ഗ്ലാസ് ചായയിലേക്ക് ഒരു തുള്ളി മൂത്രം പോരെ? ഒരു തുള്ളി മൂത്രം പോരെ അത് ഒഴിവാക്കാൻ? ഇതിനേക്കാൾ അപകടമാണ് 1% പോലും ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഉണ്ടായാലോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസാ. അല്ലാഹു സ്വീകരിക്കുകയില്ല ഇല്ലാ മാ കാന ലഹു ഖാലിസാ, 100% കളങ്കരഹിതമായതല്ലാതെ, 100% ആത്മാർത്ഥതയുള്ളതല്ലാതെ. അല്ലാഹ് പരിശുദ്ധനാണ്. അല്ലാഹ് അബ്ദുറഹ്മാനാജിയോ അല്ലാഹ് ശിഹാബുദ്ദീൻ വൈസിയൊന്നും അല്ല. അല്ലാഹ് സമ്പൂർണനും അല്ലാഹ് സംശുദ്ധനും പരിശുദ്ധനുമാണ്. അതുകൊണ്ട് ഈ കച്ചറ കലർത്തിയതൊന്നും അല്ലാഹ് തിരിഞ്ഞു നോക്കൂല, സ്വീകരിക്കൂല. അല്ലാഹു അത് മേടിച്ചു വെക്കൂല, തട്ടിക്കളയും. അല്ലാഹു സ്വീകരിക്കൂല ഇല്ലാ മാ കാന ലഹു ഖാലിസാ, അവന് നിഷ്കളങ്കമാക്കിയ പ്രവൃത്തി അല്ലാതെ ഒന്നും സ്വീകരിക്കൂല. വബ്തുഗിയ ബിഹി വജ്ഹുഹു, അവന്റെ മാർഗം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നതല്ലാത്ത എത്ര വലിയ അമലാണെങ്കിലും, എത്ര വലിയ സാഹസമാണെങ്കിലും, എത്ര വലിയ ഭഗീരഥ പ്രയത്നമാണെങ്കിലും, എത്ര ലക്ഷങ്ങളും കോടികളും സ്വതഖ ചെയ്തതാണെങ്കിലും, എത്ര പള്ളികൾ പണിതുയർത്തിയതാണെങ്കിലും, എത്ര അനാഥ മക്കളെ കെട്ടിച്ചു വിട്ടതാണെങ്കിലും, പരിപൂർണമായി 100% ഇഖ്ലാസ് ഉള്ളതേ അല്ലാഹു സ്വീകരിക്കൂ. ഇഖ്ലാസ് ഉണ്ടോ? ഇഖ്ലാസ് ഉണ്ടോ? കോടികളൊന്നും ചെലവാക്കണ്ട. ഇഖ്ലാസ് ഉണ്ടോ? കഠിനമായ പ്രവൃത്തിയൊന്നും വേണ്ട. ഇച്ചിരി മതി, ഒത്തിരി കിട്ടും. ഇച്ചിരി മതി, ഒത്തിരി കിട്ടും. ശുഹദാ ഉന്നതമായ നിലവാരത്തിൽ മരിക്കുന്ന മരണമുള്ള ഷഹാദത്ത് നമ്മൾ പറഞ്ഞതാ. ആരാണ് ശുഹദാ? അക്സറു മുനാഫിഖീ അക്സറു ശുഹദാഇ ഉമ്മത്തി അസ്ഹാബുൽ ഫുർഷ് വറുബ്ബ ഖതീലിൻ ബൈന الصഫൈൻ അല്ലാഹു അഅലമു ബിനിയതിഹി ഖാല റസൂലുള്ളാഹി അക്സറു ശുഹദാഇ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ, എൻ്റെ ജനതയിലെ മഹാഭൂരിഭാഗം രക്തസാക്ഷികളും ഏറിയ കൂറും ശുഹദാക്കളും ആരാണ്? രണാങ്കണത്തിൽ പടവെട്ടാൻ പോയവരല്ല, ആയുധവും പടച്ചട്ടയും അണിഞ്ഞ് രണഭൂമിയിൽ പടവെട്ടിയവരല്ല. അസ്ഹാബുൽ ഫുർഷ്, വീട്ടിലെ ബെഡില്, വീട്ടിലെ വിരിപ്പിൽ കിടന്ന് മരിച്ച മനുഷ്യരാണ് എൻ്റെ ഉമ്മത്തിലെ ഭൂരിഭാഗം ശുഹദാക്കളുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെത്? അധികം ശുഹദാക്കളും എൻ്റെ ഉമ്മത്തില്, 90% ശുഹദാക്കളും എൻ്റെ ഉമ്മത്തില് അസ്ഹാബുൽ ഫുർഷി, വിരിപ്പിൽ കിടന്ന് മരിച്ചോല, യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണവരല്ല. എങ്ങനെയത് കിട്ടിയത്? എങ്ങനെയത് കിട്ടിയത്? ഇവിടെയാണ് ഇഖ്ലാസ്. എൻ്റെ അല്ലാഹ് ഉടമസ്ഥനെ, സംവിധായകനെ, പരിപാലകനെ, എൻ്റെ ഉള്ളും പുറവും അറിയുന്നവനെ, എന്നെ പോറ്റി പരിപാലിക്കുന്നവനെ, നിന്റെ പൊരുത്തമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അജണ്ടയാ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിന് മുന്നിൽ ഞാൻ സർവ്വതും ഇതാ സമർപ്പിക്കുന്നു യാ അല്ലാഹ്. എൻ്റെ ആരോഗ്യം നിന്റെ പൊരുത്തത്തിന് ഞാൻ വിനിയോഗിക്കും റബ്ബേ. എൻ്റെ ജീവിതം നിന്റെ പൊരുത്തത്തിന് ഞാൻ സമർപ്പിക്കും അല്ലാഹ്. എൻ്റെ ജീവനെ തന്നെ നിന്റെ പൊരുത്തത്തിന് ഞാനിതാ ബലി കഴിക്കാൻ സന്നദ്ധനാണ് അല്ലാഹ് എന്ന നിയ്യത്ത് ഏതൊരു വ്യക്തിക്കുണ്ടോ, ആ നിയ്യത്തോട് അവൻ അവസാന ശ്വാസം അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും വഹുവ ഷഹീദുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ ഷഹീദാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉന്നതമായ മരണം ഈ ഇഖ്ലാസും ഉണ്ട്. എന്നാൽ വറുബ്ബ ഖതീലിൻ ബൈന الصഫൈൻ, രണാങ്കണത്തിൽ സത്യവിശ്വാസികളുടെ അണികളിൽ അണിനിരന്നുകൊണ്ട് പടവെട്ടി വെട്ടേറ്റ്, ശത്രുക്കളുടെ വെട്ടേറ്റ് കുത്തേറ്റ് പിടഞ്ഞു വീണ ശുഹദാക്കളുണ്ടല്ലോ, വധിക്കപ്പെട്ടവരുണ്ടല്ലോ. അല്ലാഹു അഅലമു ബിനിയതിഹി, അവന്റെ ലക്ഷ്യം നിയ്യത്ത് എന്താണെന്ന് അല്ലാഹ്ക്കേ അറിയുള്ളൂ. അപ്പൊ ഈ ഷഹാദത്തിന്റെ റേഞ്ച് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പണി കൊണ്ടല്ല. ഏതുകൊണ്ടാണ്? ഇഖ്ലാസ് കൊണ്ടാണ്.
പരിശ്രമം കൊണ്ടല്ല. ഏതുകൊണ്ടാണ്? നിഷ്കളങ്കത കൊണ്ടാണ്. അത് യുദ്ധക്കളത്തിൽ പോയാലും വീട്ടിലെ വിരിപ്പ് കിടന്ന് മരിച്ചാലും ഇവിടെ ക്ലിയർ ആണോ? തരും അല്ലാഹ്. ഇതാണ് നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇഖ്ലാസിന് തന്നെ പ്രാധാന്യം. അതെന്നെയാണ് ജീവാത്മാവ് എന്ന് ചുമ്മാ പറഞ്ഞതല്ല. ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, തൗഹീദിന്റെ ഈ 1-ാം ക്ലാസ്സിൽ പൊട്ടി തകർന്ന് തോറ്റു തൊപ്പിയിട്ട് പുറത്താകാൻ ഒരു കാര്യം മതി. 1-ാം ക്ലാസ് ലാ ഇലാഹ ഇല്ലല്ലയുടെ 1-ാം ക്ലാസ് ലാ മഅബൂദ ഇല്ലല്ലാ, എൻ്റെ ആരാധനകളൊക്കെയും അല്ലാഹു മാത്രമാണ് അതിനർഹൻ, അവനിതാ സമർപ്പിക്കുന്നു എന്ന ആ പഠനത്തിൽ തോറ്റു തൊപ്പിയിടുന്ന ആളുകൾ പുറത്തു പോവുക. തോറ്റിട്ട് ഒരു കൊല്ലം കൂടി ഇരുന്ന് പഠിക്കല്ല, പുറത്തു പോവുക. തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുക. അതിന് അങ്ങനെ സംഭവിക്കാൻ, തോൽവി വരാൻ എന്തു മതി? നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ നിയ്യത്താക്കുന്നത്, പ്രഥമവും പ്രധാനവുമായി ലക്ഷ്യമാക്കുന്നത്, പ്രധാനമായിട്ടും നമ്മളെ നിയ്യത്ത് അല്ലാ നിന്റെ പൊരുത്താ അല്ലാ, പടച്ചോനെ എൻ്റെ ആഖിറത്തിലെ വിജയാണല്ലാ, നരകത്തിൽ നിന്നുള്ള രക്ഷയാണല്ലാ, സ്വർഗം കൊണ്ടുള്ള വിജയാണല്ലാ. കൂട്ടത്തിൽ ഞാൻ നാട്ടിലൊന്ന് ഉഷാറാകുക കൂടിയും വേണം. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നിയ്യത്ത് എന്താണ്? പടച്ചോനെ നിന്റെ പൊരുത്താണല്ലാ, നരകത്തിൽ നിന്ന് രക്ഷയാണല്ലാ, സ്വർഗം കൊണ്ട് വിജയാണല്ലാ. കൂട്ടത്തില് ഞാൻ നാട്ടിലൊന്ന് ഒരു നല്ല മനുഷ്യനും കൂടി ആകണം. നാട്ടുകാർക്കിടയിൽ പോയി തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് ഔട്ടായി, 1-ാം ക്ലാസ്സിൽ തന്നെ പൊട്ടി, ഇവൻ ശിർക്കിന്റെ ലോകത്തെത്തി. ഇത് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഐഹിക യശസ്സിന് വേണ്ടി, പേരിനും പെരുമക്കും വേണ്ടി ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് റസൂലേ. എന്ത്? കുറച്ച് പേര് കിട്ടാൻ വേണ്ടി ഞങ്ങൾ സ്വതക്ക ചെയ്യുന്ന ആൾക്കാരാണ്. ആ സ്വതക്കയിൽ എന്തെങ്കിലും അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമോ? ഇതാണ് ചോദ്യം. ഞങ്ങൾ ചെയ്യണ എന്തിനാണ്? സ്വകാര്യമായിട്ട് വന്നാൽ 25 റുപ്യ കൊടുക്കുള്ളൂ. അങ്ങാടിന്ന് ചോദിച്ചാലോ 1001 കിട്ടും. പള്ളിയിൽ അനൗൺസ് ചെയ്യുകയാണെങ്കിലോ 1,01,000 രൂപ കിട്ടും. എങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ ഞങ്ങൾ ഭൗതിക പേരിന് വേണ്ടി സ്വതക്ക ചെയ്യാറുണ്ട് റസൂലെ. ഇതിന് അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, ഒന്നും കിട്ടൂല. വട്ടപൂജ, ഒരു സാധനം കിട്ടൂല. അപ്പൊ ഈ ചോദ്യകർത്താവ് അടുത്ത ചോദ്യം, യാ റസൂലല്ലാഹ്, ഞങ്ങള് സ്വതക്ക ചെയ്യുമ്പോ പ്രധാനമായിട്ട് ഞങ്ങളെ നിയ്യത്ത് അള്ളാന്റെ പൊരുത്തവും ഖബറിലെ രക്ഷയും മഹ്ശറിലെ രക്ഷയും നരകത്തിൽ നിന്ന് മോചനമൊക്കെയാണ്. കൂട്ടത്തിൽ ഞങ്ങൾ ഐഹിക യശസ്സും കൂടെ ഒന്ന് അതിന്റെ കൂടത്തിൽ വിചാരിച്ചാലോ? ഞങ്ങൾ ചെയ്യുന്ന നന്മകളിൽ അള്ളാന്റെ പൊരുത്തം തന്നെ ഞങ്ങൾക്ക് വേണ്ടത്. കൂട്ടത്തില് ഭൗതികമായ ഒരു സ്ഥാനവും പദവിയും, നല്ല പുള്ള എന്ന ഒരു സ്ഥാനം, അത് ഞങ്ങൾ ആഗ്രഹിച്ചാൽ കുഴപ്പമുണ്ടോ? അത് അള്ളാഹ് സ്വീകരിക്കോ? فقال رسول الله صلى الله عليه وسلم إن الله تعالى لا يقبل إلا من كان مخلصا له. അല്ലാഹു 100% ഇഖ്ലാസ് ഉള്ളവരെ മാത്രമേ സ്വീകരിക്കുള്ളൂ. 99.3% ക്ലിയർ ആണ്. 1/4% ഇത്തരം ഭൗതികമായ ചിന്താഗതി കടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് ഒഴിവാക്കും. സുമ്മ തലാ ഹാദിഹിൽ ആയ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിന്റെ തുടക്ക ഭാഗത്തുള്ള ആയത്തുകൾ ആ മനുഷ്യന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അല്ലാഹു എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു തരാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. നബിയെ, അങ്ങയിലേക്ക് നാം ഈ കിതാബ് ഇറക്കി തന്നത് സത്യവും കൊണ്ടാണ്, പരമാർത്ഥവും കൊണ്ടാണ്, ഹഖ് കൊണ്ടാണ് ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരമസത്യം ഉൾക്കൊള്ളുന്ന കിതാബ് കിട്ടിയ കാരണം യാ റസൂലേ അങ്ങ് ചെയ്യേണ്ടത് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഫഅബ്ദില്ലാഹ്, അങ്ങ് അല്ലാഹുവിനെ ആരാധിക്കണം. ചുമ്മാ ആരാധന പറ്റൂല. മുഖ്ലിസൻ, തീർത്തും നിഷ്കളങ്കരായിക്കൊണ്ട്, ലഹുദ്ദീൻ, അനുസരണ അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി അങ്ങ് ഇബാദത്ത് ചെയ്യണം. അലാ
ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. ഖുർആനാണ് ഈ പറയുന്നത്. അലാ, അറിഞ്ഞോളൂ, കണ്ണു തുറന്ന് ചിന്തിച്ചോളൂ, കേട്ടോളൂ, പഠിച്ചോളൂ. ലില്ലാഹി, അല്ലാഹുവിന് ആവശ്യമുള്ളത് അദ്ദീനുൽ ഖാലിസ്, ഒട്ടും കളങ്കമില്ലാത്ത അനുസരണ മാത്രമേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. അള്ളാഹു അതേ സ്വീകരിക്കൂ. അള്ളാഹു അത് സ്വീകരിക്കാൻ മാത്രം അർഹതപ്പെട്ടവനാകുന്നു. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വേണ്ട, ജനങ്ങളെ പ്രശംസ ശിർക്കാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് നന്മകൾ ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു അംഗീകാരം കിട്ടട്ടെ, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, ഒരു പേര് കിട്ടട്ടെ എന്ന ചിന്ത, ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. മൂവാറ്റുപുഴക്കാർക്ക് മാത്രമല്ല, മലപ്പുറത്ത് ഒരു കൂട്ടർക്ക് ഇത് ഇഷ്ടപ്പെടൂല. കാരണം ഇത് അകത്തറച്ചിക്ക കൊള്ളും, നെഞ്ചത്തിന് കൊള്ളും. ഇങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ ഇരുന്നോ, ഞാനൊന്നും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കൊള്ളുന്നത് അകത്തറച്ചിക്ക കൊള്ളുക. അവിടെ മൊയ്ലേരെ നിർത്ത്. ഇനി അടുത്ത ആഴ്ച ഈ പള്ളിയിൽ വരണ്ട, ഓരോ നേരവും വൈകുകയാണ്. ഈ വക വിഷയം എന്തൂട്ട് വിഷയം അതൊക്കെ, എന്ത് പറഞ്ഞിട്ട് കാര്യം, ഇതന്നെ ഞാൻ പറയുള്ളൂ. കേൾക്കാൻ സൗകര്യമുള്ളത് കേട്ടാ മതി. നിങ്ങളെ സുഖിപ്പിച്ച്, നിങ്ങൾ മൂവാറ്റുപുഴക്കാരാ, ആരാകളൊരു സംഭവാട്ടോ, നിങ്ങൾ വലിയ കച്ചവടക്കാരാ, നിങ്ങൾ എല്ലാ ഐഡിയും പഠിച്ച ടീമാ, ഉഷാറാട്ടോ, ഈ ആരാധനയിലും ഉഷാറാണ്, ദീനീ സേവന രംഗത്തോ പറയേണ്ടതില്ല, ബഹുക്ഷേമമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കും ഇല്ല കാര്യം. എനിക്ക് ചിലപ്പോൾ 10 രൂപ ചായക്ക് കിട്ടിയെന്ന് വരും. വേണ്ട, ആ 10 രൂപ ചായക്ക് വേണ്ട, അത് ആവശ്യമില്ല. അങ്ങനെ സുഖിപ്പിച്ച് നിങ്ങളെ തലോട ഞാനില്ല. എന്നെ നിങ്ങൾ ഏൽപ്പിച്ച എന്താണ്? നിങ്ങളെ കർമ്മ അല്ലാഹ് സ്വീകരിക്കുന്ന പരുവത്തിലേക്ക് ഒന്ന് പരിവർത്തിപ്പിക്കാൻ വേണ്ടത് പറഞ്ഞു തരാനാ. അതുകൊണ്ട് ഇത് പറയുന്ന ചെയ്യും. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഈമാന്റെ വെളിച്ചം ഇച്ചിരി അകത്തുണ്ടോ, താല്പര്യം ഉണ്ടാവും. പറയൂ മൗലവി, ഇതന്നെയാണ് ആവശ്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ജനങ്ങളെ പ്രശംസ ശിർക്കാണെന്ന് അല്ലാഹ് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏത് ഖുർആനിലത്? ഇന്ന് ഓതൽ സുന്നത്തുള്ളൊരു സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ് എന്ന അതിൻ്റെ പേര്, വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത്. ആ സൂറത്തിൻ്റെ അവസാന ആയത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞു നിർത്തുന്നത് അതാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഇതല്ലേ അവസാനത്തെ ആയത്തിന്റെ അവസാന ഭാഗം? എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? തഫ്സീറിൽ കാണാം, നസലത്ത് ഫീമൻ യഅമലു ലില്ലാഹ്. ഈ ആയത്ത് ആരെ കാര്യത്തിൽ ഇറങ്ങിയതാണ്? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരെ കാര്യത്തിൽ ഇറങ്ങിയതാ. വലാ യുഹിബ്ബു അൻ യുഹമ്മദ അലൈഹി, അവർ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ പേരിൽ ഒരു നല്ല വാക്ക്, സമൂഹത്തിൽ നിന്നൊരു അംഗീകാരം, കുടുംബത്തിൽ നിന്നൊരു ബഹുമാനാദരവ്, ഇതുപോലും അവരിഷ്ടപ്പെടൂല. അവർ ഹജ്ജിന് പോയപ്പോ, ഉംറക്ക് പോയപ്പോ ഒരാളെ അംഗീകാരം അവര് ആഗ്രഹിച്ചിട്ടില്ല, വരരുത് എന്നാ ആഗ്രഹിച്ചത്. അവര് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തപ്പോ ഒരു മിനാരം മുഴുവൻ പണിയാനും അമ്മദാജിന്റെ വക എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് കൊടുത്തപ്പോ പരസ്യമായിട്ട് കൊടുത്തത് എന്താ, ഇപ്പുറത്തൊരു പോക്കരാജ് ഉണ്ട്, ആ ഹംക്കും കൂടി കൊടുത്തോട്ടെ എഴുതിയിട്ടാ. വേറെ ആളുകൾ ഇതിന്റെ പേരിൽ എനിക്കൊരു അംഗീകാരം തരരുത് എന്നാണ് അമ്മദാജി ആഗ്രഹിച്ചത്. അതാ ഇഖ്ലാസ്. ഏത്? വലാ യുഹിബ്ബു അൻ യുഹമ്മദ അലൈഹി, തന്റെ സൽക്കർമ്മങ്ങളുടെ പേരിൽ ഒരു പ്രശംസ എനിക്ക് കിട്ടരുതേ എന്നാഗ്രഹിച്ച, കിട്ടുന്നത് ഇഷ്ടപ്പെടാത്ത ടീമിന്റെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും പടച്ച തമ്പുരാനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹല്ലേ? അള്ളാനെ റാഹത്തായിട്ട് പടച്ചോന് നമ്മോടും സന്തോഷം, നമുക്ക് നമ്മുടെ ഉടമസ്ഥനായ അള്ളാനോടും തൃപ്തി, ഈ വിധത്തിൽ കാണാൻ താല്പര്യമില്ലേ? മൂവാറ്റുപുഴക്കാർക്കൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കണ എന്തിനാണ്? മീൻ പോയി വിറ്റ കൂട്ടർ എന്തിനാ ഇവിടെ വെറുതെ സമയം കളയാൻ വന്നിരിക്കണത്? അതിന് താല്പര്യമില്ലെങ്കിൽ ഈ മുഅ്മിനാണോ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഏതൊരുവൻ തൻ്റെ സൃഷ്ടാവായ സംരക്ഷകനായ പരിപാലകനായ റബ്ബായ അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവോ,
ആർക്കതിന് താല്പര്യമുണ്ട്? ഫല്യഅമൽ അമലൻ സ്വാലിഹാ, എങ്കിൽ സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചോളൂ. ചുമ്മാ അധികരിപ്പിച്ചിട്ട് കാര്യമില്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിന് സമർപ്പിക്കുന്ന ഇബാദത്തില് ഒരാളെയും പങ്കു ചേർക്കരുതേ. ഇത് ഗുരുവായൂർ പോയിട്ടുള്ള ശിർക്കല്ല, ശബരിമലയിലെ പടികൾ കടന്നു ചെന്നുകൊണ്ടുള്ള ശിർക്കല്ല, ഏതെങ്കിലും കല്ലിനോ മരത്തിനോ എല്ലിനോ രൂപത്തിനോ ഇബാദത്ത് ചെയ്യുന്ന ശിർക്കല്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിന് സമർപ്പിക്കുന്ന ഇബാദത്തിൽ ഒരാളും പങ്കു ചേർക്കാൻ നിൽക്കണ്ട. ഈ ആഗ്രഹമുള്ളവര് അഹദൻ, ഒരാളെയും, ഒരു മനുഷ്യനെയും ഒരു പടപ്പിനെയും. എങ്ങനെ ഇത് ഒരാളെ പങ്കു ചേർക്കുക? ഒരാളെ കൂട്ടുപിടിച്ചിട്ട് എങ്ങനെ ശിർക്ക് വരിക? ഞാൻ ചെയ്യുമ്പോൾ അവനൊന്നും കണ്ടോട്ടെ, ഇവനൊന്നും എന്നെ മനസ്സിലാക്കിക്കോട്ടെ, അല്ലെ അവന്റെ ഒരു നല്ല വാക്കുകൊണ്ട് പോന്നോട്ടെ. ഇതന്നെ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി, തന്റെ നാഥന് സമർപ്പിക്കുന്ന ഇബാദത്തിൽ പങ്കു ചേർക്കരുതേ അഹദൻ, ഒരു പടപ്പിനെയും ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെയും ഈ ഇബാദത്തിൽ പാർട്ണർഷിപ്പ് ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ അള്ളാഹനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ സാധിക്കില്ല. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ടല്ലോ, അന്ത്യനാളിൽ ആദ്യം വിചാരണക്ക് കൊണ്ടുവരുന്ന 3 ആളുകൾ മോശക്കാരല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല ഹദീസ്, നിങ്ങൾ കേട്ടിരിക്കാം. വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. ആദ്യം വിചാരണക്ക് എടുക്കുന്നത് 3 ആളാണ്. ആദ്യത്തെ ആള് ഷഹീദാണ്, രണ്ടാമത്തെ ആള് ആലിമാണ്, മൂന്നാമത്തെ ആള് നല്ല ധർമ്മിഷ്ഠനാണ്. 3 പേരെയും അള്ളാഹു നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒന്നാമത്തെ ആള് ഷഹീദ്, ഇവനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് പറയും, ഭൂമിയില് ഇന്ന വൻകരയില് ഇന്ന രാഷ്ട്രത്തില് ഇന്ന സ്റ്റേറ്റില് ഇന്ന ജില്ലയില് ഇന്ന താലൂക്കില് ഇന്ന വില്ലേജില് അല്ലെങ്കിൽ ഇന്ന ടൗണില് ഇന്ന ഭാഗത്ത് നിന്നെ ഞാൻ ജനിപ്പിക്കുകയും വളർത്തുകയും വീട് തന്നു, വണ്ടി തന്നു, കച്ചവടം തന്നു, ഒക്കെ തന്നു. ഇങ്ങനെയൊക്കെ ഞാൻ നിന്നെ പോറ്റിയിട്ട് മോനെ ഫമാ അമിൽത ഫീഹ, നീ എൻ്റെ മാർഗത്തിൽ എന്താ ചെയ്തത്? അള്ളാഹു നാളെ അന്ത്യനാളില് ഈ രണാങ്കണത്തില് രക്തസാക്ഷിയായി പിടഞ്ഞു വീണ് മരിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ അദ്ദേഹം പറയാണ്, യാ റബ്ബി ഖാതൽതു ഫീക ഹത്തസ്തുഷിതു. പടച്ചോനത് എന്ത് ചോദ്യാ? ഞാൻ എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും രക്തമൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ലേ സമർപ്പിച്ചത്. ആ യുദ്ധക്കളത്തിൽ സത്യവിശ്വാസികൾക്കൊപ്പം മണിനിരന്ന് ഞാൻ രക്തസാക്ഷിയായ ആളല്ലേ, എന്നോട് എന്ത് ചോദ്യ പടച്ചോനെ നീ ചോദിക്കുന്നത്? ഞാൻ ഖാതൽതു ഫീക ഹത്തസ്തുഷിതു, നിന്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിയായ ആളല്ലേ പടച്ചോനെ. അള്ളാഹു പറയുന്നത് കദബ്ത, മോനെ പച്ച കള്ളാണ്. ഈ കളവൊന്നും എൻ്റെ മുന്നിൽ നേടൂല, രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല. ഖാതൽത, നീ യുദ്ധം ചെയ്ത സമയത്ത് ലിഅൻ യുഖാല ജരീഉൻ, നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരു ഭാഗത്ത് 1% ഒരു ചിന്ത ഉണ്ടായിരുന്നു. ലിഅൻ യുഖാല ജരീഉൻ, ഞാൻ നല്ല യോദ്ധാവാണ്, നല്ല അയോധന കലയിൽ പരിജ്ഞാനമുള്ള ആളാണ്, വെട്ടാനും കുത്താനും തടുക്കാനും യുദ്ധം ചെയ്യാനും പാടവുള്ള ആളാണ് എന്ന് 4 ആള് കാണട്ടെ. അള്ളാന്റെ ദീനിന് വേണ്ടിയൊക്കെ ആയിരുന്നു സമരം. ഉള്ളിന്റെ ഉള്ളിൽ ഞാനൊരു മോശക്കാരനാകരുതേ, ജനങ്ങൾ ഇതൊന്ന് കാണട്ടെ എന്ന ചിന്ത ഉണ്ടായിരുന്നില്ലേ മോനെ? ഫഖദ് ഖീല, മാർക്ക് കിട്ടി. നീ കരുതിയത് അതായിരുന്നു, അത് കിട്ടി. നീ മരിച്ചിന് പോന്നിട്ട് എന്തൊക്കെയായിരുന്നു നിന്നെ കുറിച്ച് മർസിയത്ത്, നിന്റെ വിലാപഗീതം അവിടെ ആലപിക്കപ്പെട്ടു. അനുശോചന യോഗത്തിൽ മഹാനായ രക്തസാക്ഷി ഇൻകുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അംഗീകാരാ നിനക്ക് കിട്ടിയത്. ഫഖദ് ഖീല, മോനെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ പക്കലിൽ നിന്ന് ഒന്നുമില്ല. ഇത് ആ നന്മയുടെ കൂടെ കലർന്നോടുകൂടെ ചായയിൽ നജസായ മാതിരിയായി മോനെ, രക്ഷയില്ല. അദാബിന്റെ മലക്കുകൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, കൊണ്ടുപോയി തട്ട് നരകത്തിലേക്ക്. ആരെയും ഷഹീദിനെ മലക്കുകൾ അവന്റെ കാല് പിടിച്ചിട്ട് മുഖം നിലത്തേച്ച് വലിച്ച് നരകക്കുഴിയിലേക്ക് വലിച്ചെറിയുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്തേ കുഴപ്പം? അമലില്ലാത്തോണ്ടാണോ? എന്താ കുഴപ്പം? മുസ്ലിമിന്റെ പേരില്ലാത്തോണ്ടാണോ? എന്താ കുഴപ്പം? പള്ളിയിൽ വരാത്തോണ്ടാണോ? ജമാഅത്തുകളിൽ പങ്കെടുക്കാത്താണോ? ഇതൊന്നുമല്ല. എന്താ കുഴപ്പം? ഇഖ്ലാസ് ഉണ്ടായില്ല, നിഷ്കളങ്കമായില്ല,
അള്ളാഹു സ്വീകരിച്ചില്ല. രണ്ടാമത് കൊണ്ടുവരുന്ന ആള് നല്ലൊരു ആലിമിനെ, ഇച്ചങ്ങായിനെ കൊണ്ടുവന്നിട്ട് പറയൂ, ഇന്ന ജില്ലയിൽ ഇന്ന നാട്ടിൽ ഇത്ര വയസ്സ് ഇന്ന സൗകര്യമൊക്കെ ചെയ്തിട്ട് ഞാൻ നിന്നെ വളർത്തിയിട്ട് ഫമാ അമിൽത ഫീഹ, മോനെ എൻ്റെ കാര്യത്തിൽ എന്തുട്ടാ നീ ചെയ്തത്? ഇയാൾ പറയും, പടച്ചോനെ തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു ഫീക വഖറഅതുൽ ഖുർആന ഫീക, പടച്ചോനെ ഞാൻ നിനക്ക് വേണ്ടി പഠിപ്പിച്ചു, എന്തോരം പാതിരാവാഴ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോരം ലഘുലേഖ ഞാൻ അടിച്ചിറക്കിയിട്ടുണ്ട് നിന്നെ പരിചയപ്പെടുത്താൻ, എത്ര ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ പടച്ചോനെ, ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ? അള്ളാഹ് പറയും, കദബ്ത, നീ ചെയ്തത് ലിഅൻ യുഖാല ആലിമുൻ വഖാരിഉൻ, ഇന്ന ഷെയ്ഖ്, ഇന്ന ഷെയ്ഖുന, ഇന്ന ആലിമ്, ഇത്ര ഡിഗ്രിയുള്ള ഹാഫിദ് ഉസ്താദ് എന്നൊക്കെ ഇങ്ങനെ നിന്നെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ പുറത്തിങ്ങനെ പ്രചരിക്കാൻ വേണ്ടിയല്ലേ ഈ പണിയൊക്കെ ചെയ്തത്? ഫഖദ് ഖീല, അത് കിട്ടിക്കഴിഞ്ഞു. വാട്സപ്പിലൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യണ എന്തോരം ആൾക്കാരുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ നിന്നെ വാനോളം പുകഴ്ത്തുന്ന നിന്റെ വോയിസുകൾ ലോകത്തോ ഒരുപാട് വ്യൂവേഴ്സ് അല്ലേന്നോ? നീ ഇത് പറഞ്ഞപ്പോ ഹംകെ ഇതിൽ വ്യൂവേഴ്സ് കൂടുക എന്നുള്ളതല്ലേ നിന്റെ ലക്ഷ്യം? ഫഖദ് ഖീല, കിട്ടി. എത്ര 12,000 ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ്, അത് വൈറലല്ലേ ഇതോ നിന്റെ പ്രസംഗം? അതുകൊണ്ട് കദബ്ത, എനിക്ക് വേണ്ടി പഠിപ്പിച്ചു എന്നുള്ള ബഡായി ഇവിടെ അടിക്കണ്ട, കൊണ്ടുപോയി തട്ടു ഈ ഹംകിനെ നരകത്തിലേക്ക്, അയാളും വീണു നരകത്തിലേക്ക്. അള്ളാഹു കാക്കട്ടെ. ഇതിൽ എനിക്ക് കുറച്ച് പേടിയുള്ള വിഷയമാണ്, അതുകൊണ്ട് പ്രത്യേകം ദുആ വേണ്ടി വരും. അത് അല്ല, നമ്മളിപ്പോ എത്ര പൊങ്ങിയിട്ട് നിങ്ങളൊക്കെ ആക്ഷേപിച്ച് ഇങ്ങനെ പൊങ്ങുന്നല്ല, ഇത് വലിയ ഡേഞ്ചർ സോണാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളെ. മൂന്നാമത്, റജുലുൻ വസ്സഅ അല്ലാഹു മിൻ അസ്നാഫി ദുനിയ, എല്ലാ ദുനിയാവും കൊടുത്തു, എല്ലാ ദുനിയാവും, ഭൂമി കൊടുത്തു, കച്ചവട സ്ഥാപനങ്ങൾ കൊടുത്തു, പണം കൊടുത്തു, പൊന്നു കൊടുത്തു, ഒക്കെ കൊടുത്തു, വാരിക്കോരി സ്വതക്ക ചെയ്യും, കൊടുക്കന്നെ. ഇയാള് മരിച്ചു തന്നു. അള്ള ചോദിക്കും, എന്താടാ അത്ര വലിയ നിഴമത്തും പണമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? പഠിച്ചോനെ, എന്തോരം സ്വതക്ക ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ നേരെ തന്നെയാണ്. പേരിങ്ങനെ മേലെ വരിക എന്നുള്ളൊരു നീയത്തും എൻ്റെ പൊരുത്തത്തിൻ്റെ കൂടെ ഇഖ്ലാസിൽ കളങ്കം വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ ലിഅൻ യുഖാല ജവാദുൻ, ആളൊരു ഉദാരമതിയാണ്, അബ്ദുറഹ്മാൻ ഹാജി ആളൊരു ഉദാരമതിയാണ് എന്നുകൂടി ആ നാട്ടുകാർ പറഞ്ഞോട്ടെ എന്നുണ്ടായിരുന്നല്ലോ. ഫഖദ് ഖീല, അത് കിട്ടി. എന്ത് അംഗീകാരമായിരുന്നു? കല്യാണ പന്തലും മരണ വീട്ടിലും ഒക്കെ നിങ്ങളോട് വരുമ്പോഴേക്കിന് എണീറ്റിക്കല്ലേ പാവങ്ങൾ, എന്തെങ്കിലും കിട്ടും എഴുതിയിട്ട്, അതൊക്കെ കിട്ടിയിട്ടുണ്ട് ചങ്ങാതി നിനക്ക്. കദബ്ത, എനിക്ക് വേണ്ടി എന്നുള്ളത് നുണയാ, പച്ച നുണ. കൊണ്ടുപോയി തട്ടു, അവനും കൊണ്ടുപോയി അള്ളാഹു തട്ടും നരകത്തിലേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ലഈഫായ ഹദീസാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ എനിക്കും സമാധാനം ഉണ്ടായിരുന്നു. ഇത് ലഈഫല്ല, ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇതന്നെ അള്ളാഹ് പറഞ്ഞത്, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, സൂറത്ത് ഹൂദ് 15-16. ആയത്തും ഹദീസും മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നുക്കും പോണ്ട. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആരെങ്കിലും ലക്ഷ്യം വെച്ചാൽ അൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോക ജീവിതത്തിലെ സേഫ്റ്റി, ഇവിടത്തെ അലങ്കാരം, ഇവിടത്തെ പ്രൗഢി, ഇവിടത്തെ സ്ഥാനമാനം, ഇതാരെങ്കിലും ലക്ഷ്യം വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, ഈ ലോകത്ത് അവർക്ക് വേണ്ടതൊക്കെ പൂർത്തിയാക്കി കൊടുക്കും. അവര് നിസ്കരിച്ചതും നോമ്പ് നോറ്റതും സ്വതക്ക ചെയ്തതും ഇവിടെ മോശാകാതെ തട്ടിത്തടയാതെ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകട്ടെ എന്ന നിയ്യത്താണെങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, ആ ചെയ്ത നന്മകൾക്കനുസൃതമായിട്ട് ഇവിടെ എല്ലാം വാരിക്കോരി കൊടുക്കും. ഭക്ഷണം കൊടുക്കും, പൈസ കൊടുക്കും, പേര് കൊടുക്കും, പെരുമ കൊടുക്കും, സ്ഥാനമാനങ്ങൾ കൊടുക്കും, സുഖം കൊടുക്കും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒരു കുറവും അവർക്ക് വരികയില്ല ദുനിയാവില്. എന്നാലോ അവരുടെ അവസ്ഥ ഫിൽ ആഖിറതി ഇല്ലന്നാർ, ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ആഖിറത്തിൽ അവർക്ക് നരകമല്ലാതെ ഒന്നും കിട്ടൂല. വഹബിത മാ സ്വനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ, ഇവിടെ ചെയ്തു കൂട്ടിയതിനൊക്കെ കൂലി ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ വട്ടപൂജ്യം. ബാത്തിലും മാക്കാനു യഅമലൂൻ, ചെയ്തതൊക്കെ ബാത്തിലായിരുന്നു, ഒന്നും നന്മയുടെ അക്കൗണ്ടിൽ അവിടെ കാണൂല. ഇഖ്ലാസ് ഇല്ലെങ്കിലേ എത്ര വലിയ ആബിദാണെങ്കിലും പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്ത സാധുവായിരിക്കും. ചിലപ്പോൾ 5 വക്തിനും സുബൈക്കും വരുന്നുണ്ടാവും, ആരെ കുറ്റം കുറവൊന്നും പറയുന്നുണ്ടാവില്ല. ഒരു സൂഫി മട്ടത്തിൽ ജീവിക്കുന്ന പരമസാധു പരമഭക്തനായിരിക്കും. ഇഖ്ലാസ് ഇല്ലേ കുടുങ്ങും.
ഇമാം വസ്സാലി റഹിമഹുല്ല ഇഹിയയിലൊരു കഥ പറയുന്നുണ്ട്. ഇസ്രായേലിലെ ഒരു ആബിദ്, പരമഭക്തൻ, അങ്ങേർക്ക് ഇഖ്ലാസിൽ ചെറിയൊരു കളങ്കം വന്നു. അതോടുകൂടെ പിശാച് അയാളെ പിടികൂടി നശിപ്പിച്ചു. എന്താ സംഭവം? കാന ഇന്ന ആബിദൻ യഅ്ബുദുല്ലാഹ ദഹ്റൻ തവീല. ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് തന്നെ. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഫജാഅഹു ഖൗമുൻ, നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാഹുന ഖൗമൻ യഅ്ബുദൂന ശജറത്തൻ മിൻ ദൂനില്ലാ. ഈ നാട്ടില് ഒരു വിഭാഗം മുശ്രിക്കുകളുണ്ട്. അവരെന്ത് ശിർക്കാ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊരു മരമുണ്ട്, ആ മരത്തിനെ പോയി ആരാധിക്കുകയാണ് ഈ ടീം. ഒരു സംഘം ആളുകൾ, മുശ്രിക്കീങ്ങൾ, മിൻ ദൂനിൽ, അള്ളാഹുവിനെ കൂടാതെ അവർ മരത്തെ പൂജിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ടീം ഈ നാട്ടിലുണ്ട് എന്ന് ഈ പരമഭക്തനായ ഇസ്രായേലി മനുഷ്യനോട് നാട്ടുകാർ ഒന്ന് പറയാൻ. ഇത് കേട്ടപ്പോ വീട്ടിൽ നിന്ന് ആ മഴുങ്ങിട്ടെടുത്തിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആത്മരോഷത്താൽ ആ മരം വെട്ടാൻ വേണ്ടി പോവാണ് ഇദ്ദേഹം. ഏത് ജനങ്ങൾ ശിർക്ക് ചെയ്യാണ്, ഈ മരത്തിനെ പോയി ആരാധിക്കുകയാണ്. ആ മരം വെട്ടാൻ വേണ്ടി ഇറങ്ങാൻ. ഫസ്തഖ്ബലഹു ഇബ്ലീസു ഫീ സൂറത്തി ശൈഖിൻ. അപ്പോ പിശാച് ഒരു വന്യവയോധികനായ പണ്ഡിതന്റെ കോലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടല്ലോ, ബദറിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ആര്? ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തില്. ഇബ്ലീസ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെ ഇബ്ലീസ് ഉണ്ട്. ഇനി ആ ജാതിയാണോ ഇത് മറ്റേത് കോലം മാറി? ഏതായാലും ഇബ്ലീസ് വന്നു ഫീ സൂറത്തി ശൈഖിൻ, ഒരു വന്യവയോധികനായ പണ്ഡിതന്റെ കോലത്തില്. എന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാടോ ചോദിച്ചു. ഇവിടെ ജനങ്ങൾ ശിർക്ക് ചെയ്യുന്ന ഒരു മരമുണ്ട്, അതിനെ ഇബാദത്ത് യാത്ര വെട്ടി മുറിക്കാൻ പോവാണ്. അപ്പൊ ഈ വന്യവയോധിക പണ്ഡിത വേഷധാരിയായ ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ ഈ ദിനചര്യകളും ഇബാദത്തൊക്കെ മുടക്കിയിട്ട് ഈ ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ പോണേ? ജനങ്ങൾ പല കോപ്രായം കാണിക്കും, ശിർക്ക് ചെയ്യും, തോന്നിയാസം ചെയ്യും. ഇതൊക്കെ ജനങ്ങളിൽ പല ടൈപ്പില്ലേ. നിങ്ങളെ ഇബാദത്തിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയിട്ട് അത് വെട്ടാൻ എന്തിനാ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഈ ആബിദ് പറഞ്ഞു, ഇന്ന ഹാദാ മിൻ ഇബാദത്തി. ഇബാദത്ത് പറഞ്ഞാൽ ആ പ്രാർത്ഥനാ മണ്ഡപത്തിൽ കുത്തിമറിയൽ മാത്രമല്ല, ഇതൊരു ഇബാദത്താ, വിട്ടു ഞാനത് കാരണം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, വിടൂല ഞാൻ കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വന്ദ്വയുദ്ധമായി, മൽപ്പിടുത്തായി. ഈ മൽപ്പിടുത്തത്തില് ഈ ആബിദായ നല്ല മനുഷ്യൻ പിശാചിനെ കീഴ്പ്പെടുത്തി. പിടിച്ചാണ് ഞെക്കിയപ്പോ പറഞ്ഞു, ഒന്ന് വിട് പ്ലീസ്, ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടായിരുന്നു. വിട്ടുകൊടുത്തു. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് നബിമാര് ജീവിച്ചിരിക്കുന്ന കാലം അത് അന്നാണേ. നബിമാര് കുറെ ഈ നാട്ടിലുണ്ട്. ഈ മരം വെട്ടലൊരു അനിവാര്യമായ കാര്യമായിരുന്നെങ്കിൽ അള്ളാഹ് നബിമാർക്കാണ് ഓർഡർ കൊടുക്കുക, നബിമാരാണ് അത് വെട്ടുക. നിങ്ങൾ നബിയൊന്നും അല്ലല്ലോ, നബിമാർക്ക് അള്ളാഹു കൽപ്പന കൊടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ നിങ്ങളത് വെട്ടാൻ പോകേണ്ട ആവശ്യം എന്താ? എല്ലാം നബി ചെയ്യണമെന്നില്ല, ചിലത് നമുക്കും ചെയ്യാം. ഞാൻ വെട്ടു അത് കാരണം വീണ്ടും മുന്നോട്ട് പോവാൻ പിടിച്ചു. വീണ്ടും യുദ്ധമായി. യുദ്ധത്തിൽ രണ്ടാമതും ഈ ഭക്തൻ ആ പിശാചിനെ കീഴ്പ്പെടുത്തി. മൂന്നാമത് പറഞ്ഞു, രണ്ടു വട്ടം എന്നെ തോപ്പിച്ചല്ലോ, നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്നെ ഒന്ന് വിടുവച്ചു. വിട്ടുകൊടുത്തു. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എന്നും 2 സ്വർണ്ണ നാണയം തരാം, ദിർഹം, 2 ദീനാറ് എന്നും നിങ്ങൾ എണീറ്റ് തലയിണ പൊക്കി നോക്കിയാൽ 2 സ്വർണ്ണ നാണയം ഉണ്ടാവും. നിങ്ങളാണെങ്കിൽ പരമദരിദ്രനാണ്, നാട്ടുകാരെ കൊണ്ട് ജീവിക്കുകയാണ്, സ്വതക്കം മേടിച്ചിട്ടാണ് നിങ്ങൾ ഈ ഭക്തനായി ജീവിക്കാൻ. പണിക്കോണില്ല, 24 മണിക്കൂർ ഇബാദത്തല്ലേ. അപ്പോ ഇന്നമാ അന്ത കല്ലുൻ അലന്നാസി, ജനങ്ങൾക്ക് നിങ്ങളൊരു ബാധ്യതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാന് ഇത് ഉപകരിക്കും. 2 സ്വർണ്ണ നാണയം കിട്ടിയാൽ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടത് ഉപയോഗിക്കാം, ബാക്കിയുള്ളത് അയൽക്കാർക്ക് കൊടുക്കുക, പിന്നെ നാട്ടുകാർക്ക് കൊടുക്കുക, മുസ്ലിമീങ്ങളെ ദരിദ്രർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങളും രക്ഷപ്പെടും, കുടുംബവും രക്ഷപ്പെടും, അയൽക്കാരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. നിങ്ങളിപ്പോൾ ഇത് വെട്ടിയാൽ തന്നെ മുശ്രിക്കീങ്ങൾ അടുത്ത മരം അവിടെ നട്ടുപിടിപ്പിക്കും. മരം മുളക്കാണ്ട വല്ല ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ പൊട്ടത്തരത്തിന് പോണ്ട, ഈ 2 സ്വർണ്ണ നാണയം ഞാൻ തന്നേക്കാറുണ്ട്. ഈ തത്വോപദേശം കേട്ടപ്പോൾ ഈ ആബിദിന് തോന്നി, തരക്കേടില്ലല്ലോ ഇത്, കാരണം ഇത് ചക്രത്തിന്റെ കേസാണ്, പൊന്നിന്റെ കേസാണ്, തരക്കേടില്ലല്ലോ. ഇതിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിലും അള്ളാഹ് മഹ്ശറിൽ നിന്നോട് ചോദിക്കുന്നു, എന്തേത് വെട്ടാതിരുന്നു? കാരണം അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ കൽപ്പിക്കുമല്ലോ, നബിമാരോടൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ. ഇയാൾ പറഞ്ഞത് തരക്കേടില്ല. ഈ കോടാലിയും കൊണ്ട് പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് മടങ്ങി വന്നു. പിറ്റേന്ന് സുബൈന്റെ മുന്നേ കുറെ നേരത്തെ എണീറ്റിട്ടുണ്ട്. അടുത്ത് നോക്കുമ്പോൾ 2 സ്വർണ്ണ നാണയം ഉണ്ട്. 2-ാം ദിവസം ഉണ്ട്, 3-ാം ദിവസം ഉണ്ട്, 4-ാം ദിവസം തൊട്ട് കാണാനില്ല അത്ര. പിന്നെ സ്വർണ്ണ നാണയം കാണാനില്ല. അതില് പിന്നെ മഴ എടുത്തിട്ട് ഇറങ്ങിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ മരം വെട്ടാൻ വേണ്ടി പോവാണ്. വഴി ഇത് പഴയ ആള് വന്നു, എങ്ങോട്ടാന്ന് വെച്ചു. മരം വെട്ടാനാറോ? നടക്കൂലാറ്. എന്താ നടക്കാത്ത വെച്ചു. ഞാൻ സമ്മതിക്കൂലാറ്. മൽപ്പിടുത്തത്തില് പിശാചി ഈ ആബിദിനെ കീഴ്പ്പെടുത്തിയിട്ട് നെഞ്ചത്ത് കയറിയിട്ട് പറഞ്ഞില്ല, നിന്നെ ഞാൻ അറുക്കും, നീ ആ മരങ്ങാനും വെട്ടാൻ പോയി അറുത്ത് കൊല്ലും ഞാൻ നിന്നെന്നും പറഞ്ഞിട്ടാണ് കീഴ്പ്പെടുത്തി.
ഇയാള് മിസ്ല ഉസ്ഫൂരിൻ കുറുക്കന്റെ കയ്യപ്പെട്ട കുരുവിയെ പോലെ ആയി എന്നാണ് ഇമാം വസാലി റഹിമഹുല്ലഹിയിൽ രേഖപ്പെടുത്തിയ തോറ്റപ്പ പറഞ്ഞു, പൊന്നാര ചങ്ങാതി 2 തവണ ഞാൻ നിന്നെ തോപ്പിച്ചു, ഇപ്പൊ എന്തേ ഞാൻ ഇങ്ങനെ തോറ്റത്? നിന്നെ ഞാൻ 2 തവണ തോപ്പിച്ചതാണല്ലോ, ഇപ്പൊ ഞാൻ ദയനീയമായി തോറ്റിരിക്കുകയാണെന്ന് ഈ ഭക്തൻ പിശാചിനോട് ചോദിച്ചപ്പോ, ഇന്നമാ ഗളബത ഫിൽ മറത്തിൽ ഊലാ ലില്ല, ഒന്നാദ്യം നിങ്ങൾ ദേഷ്യപ്പെട്ടതും ആത്മരോഷം കാണിച്ചതും അള്ളാഹ്ക്ക് വേണ്ടിയാ. ഈ മരം വെട്ടാൻ പോയപ്പോ നിയത്ത് നല്ലതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടത് സ്വർണം കിട്ടാത്ത കാരണത്താലാണ്. ചില്ലറ തലയിണയുടെ താഴെ കാണില്ല എന്ന് കേട്ടപ്പെട്ട ഒരു ദേഷ്യം. ദുന്യാവ്, ഈ സൽക്കർമ്മത്തിൽ ദുന്യാവ് അങ്ങോട്ട് കയറി, ഇച്ചിരിയാണ് കേറിയതോടുകൂടെ സൊറാഴ്ത്തുക്കാൻ ഞാൻ നിന്നെ കൈകാര്യം ചെയ്തു, നിന്നെ ഞാൻ മലർത്തിയടിച്ചു, നിന്നെ ഞാൻ തോപ്പിച്ചു. അള്ളഹാനോട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആദം നബിക്ക് സുജൂദ് ചെയ്യാതെ പുറത്താക്കപ്പെട്ട നേരത്ത് ഫഇന്നക റജീം, നീ ആട്ടി ഓടിക്കപ്പെട്ട ദുഷ്ടനാണ് പഹയാന്ന് അള്ള പറഞ്ഞപ്പോ, പടച്ചോനെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ആയത്താണ്, നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓതുന്നില്ല. പടച്ചോനെ ചെറിയൊരു അപേക്ഷ ഉണ്ട്. എന്താന്ന് ചോദിച്ചോ, അല്ല ഖിയാമത്ത് നാൾ വരെ അവസരം തരുമോ ആൾക്കാരെ പഴപ്പിക്കാൻ? അത് ഞാൻ തന്നേക്കാറ്. അങ്ങനെ ആ വരം കിട്ടിയപ്പോ ഖാല റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. പടച്ചോനെ ഞാൻ ഇങ്ങനെ മനോഹരാക്കും, ദുന്യാവ് കാണിച്ച് ഇങ്ങനെ മോഹിപ്പിക്കും, എല്ലാ നല്ല മേഖലയിലും ഞാൻ പഴപ്പിക്കാണ്ടാവും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസ് ഉള്ള ടീമിനെ എനിക്ക് കിട്ടൂല പടച്ചോനെ, അത് നിന്റെ ആൾക്കാരാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇഖ്ലാസ് നിന്ന് പുറത്തായി ചങ്ങാതി, അതുകൊണ്ട് നിന്റെ നിയ്യത്ത് തെറ്റിയപ്പോൾ നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയതാണ്. നമ്മളെ നിയ്യത്ത് തെറ്റി ഇഖ്ലാസ് പോയാലാണ് മോഡിക്കും അമിട്ട് ഷാക്കും നമ്മളെ പിടിക്കാൻ കിട്ടുള്ളൂ, ഇല്ലേ കിട്ടൂല. ഇബിലീസ് ജിന്നിൽപ്പെട്ട ഇബിലീസ് ആണെങ്കിലും മനുഷ്യനിൽപ്പെട്ട ഇബിലീസ് ആണെങ്കിലും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത് ഇഖ്ലാസിൽ കളങ്കം വരുമ്പോഴാണ്. നമ്മളെ ലക്ഷ്യം ക്ലിയർ ആണോ, നമുക്ക് ഹിമ്മത്തുണ്ട്. അപ്പൊ ഇറാൻ നിങ്ങൾ കണ്ടില്ലേ, ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘട്ടനം അല്ലേ? ആ ഖാസിം സുലൈമാനിയുടെ ജനാസ നിസ്കാരം ഞാൻ ലൈവായിട്ട് കണ്ടു, ഇറാൻ TV-യിൽ നെറ്റിൽ തുറന്നു നോക്കി കണ്ടതാ. ആയത്തുള്ള അലി ഖാംനഈ കരഞ്ഞു, ഇറാന്റെ ആത്മീയ നേതാവ് കരഞ്ഞു, ഇറാൻ മുഴുവൻ കരഞ്ഞു എന്ന് പത്രത്തിൽ എഴുതി വെച്ചപ്പോ അങ്ങനെ കരയുന്ന ടീമാണോ അവര് നോക്കിയതാ. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഈ 4 മയ്യത്ത് വെച്ചിട്ട് ഇദ്ദേഹം മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആയിൽ ദുആ ചെയ്യാ, അല്ലാഹുമ്മ ഹൗലാ ലാ നഅലമു മിൻഹും ഇല്ലാ ഖൈറാ അല്ലാഹുമ്മ അൽഹിഖുഹും ബി മുഹമ്മദിൻ വ ആലിഹിൽ അത്ഹാർ യാ മൗലായ. ഇത് ദുആണ്. പടച്ചോനെ ഇവര് മോശക്കാരല്ല അല്ലാ, ഇവരെ നീ മുഹമ്മദ് നബിയിലേക്കും അവിടുത്തെ കുടുംബത്തിലേക്കും ചേർക്കണേ അല്ലാ. എന്നിട്ട് പിന്നെ ദുആ ചെയ്തൊരു ദുആ ഉണ്ട്, പടച്ചോനെ അള്ളാഹുവേ ഇവർ ഭാഗ്യവാന്മാരാണ്, ഇവരുടെ ഈ ഷഹാദത്ത് ഇവരെ പോലത്തെ രക്തസാക്ഷ്യം ഞങ്ങൾക്കും നൽകണമേ. അവിടെ കരഞ്ഞത്, എവിടെ കരഞ്ഞത്? ഇവർ മരിച്ചുപോയില് കരഞ്ഞല്ല, ഇവരെ അഭിമാനം കൊണ്ടിട്ട് ഇവർ ശുഹദാക്കളാണ് പടച്ചോനെ, ഇവരുടെ മരണം ഞങ്ങൾക്കും അമേരിക്കയുടെ കയ്യാൽ വേണമല്ലോ. അപ്പോഴാ കരഞ്ഞത്. ഷീസത്തോട് നമുക്ക് യോജിപ്പില്ല, അവരുടെ ചില കാഴ്ചപ്പാടുകളോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റൂല. പക്ഷേ ഇത് കറക്റ്റ് അല്ലേ? അതാണ് ആൺകുട്ടികൾ എന്തേ പിന്മാറിയത്, ട്രംപ് എന്തേ ഞാൻ ഇല്ലാന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. ഇതിൽ ഇച്ഛാശക്തി ഉണ്ട്, ഇതില് കലർപ്പില്ല. ഇതിൽ പടച്ചോനെ മാത്രം മുൻനിർത്തി ലോക ഇസ്ലാമിക രാജ്യങ്ങളില് ഈ വിഷയത്തിലൊരു മാതൃക ഇറാൻ മാത്രമാണ്. യുദ്ധം ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല, ഇവരെടുത്ത ആയുധങ്ങൾ കുറവാണ്, സംവിധാനങ്ങൾ കുറവാണ്, അവരെടുത്തുള്ളത് ഹിമ്മത്താണ്. ഈ ഹിമ്മത്താണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ നമുക്കും വേണ്ടത്. മോഡി പിന്മാറും, അമിത് ഷാ പിന്മാറും, അതിന് ഇഖ്ലാസ് വേണം. തൗഹീദിന്റെ 1-ാം ക്ലാസ് ലാ മഅബൂദ ഇല്ലല്ലാ ക്ലിയർ ആകണം. അള്ളാഹു ക്ലിയർ ആക്കി തരട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.